മന്ത്രി എന്നുള്ള നിലയിൽ കെ.ബി. ഗണേഷ് കുമാറിനെ എങ്ങനെ വിലയിരുത്തുന്നു? കെ.ബി. ഗണേഷ് കുമാർ മന്ത്രി എന്ന നിലയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. KSRTC മരിച്ചു കിടന്ന KSRTCൻ്റെ ഇപ്പോൾ ഒന്ന് രക്ഷപ്പെടുത്തിയൊക്കെ കൊണ്ടുവന്നില്ലേ, അപ്പം അയാൾ തന്നെ കൊള്ളാവുന്നതാണ്. ഇനി വന്നാൽ പിന്നെ നല്ല ഒരു KSRTCക്ക് നല്ലൊരു പുരോഗമനം ഉണ്ടായിട്ടൊന്ന് ഉള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നല്ലൊരു മന്ത്രിയാണെന്നൊരു അഭിപ്രായമുണ്ട്. ഉണ്ട്, കുഴപ്പമില്ല. ഗണേഷ് കുമാർ ഓക്കെ, നല്ലൊരു മന്ത്രിയാണ്. ഈ മന്ത്രിസഭയിൽ ഏറ്റവും നല്ല മന്ത്രിമാർ. അദ്ദേഹത്തെ പോലെ ഒരു മന്ത്രി സംസ്ഥാനത്ത് ഇല്ല. അദ്ദേഹം പറഞ്ഞു നല്ലൊരു മന്ത്രിയായിരുന്നു. അദ്ദേഹം പട്ടി ഷോ കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് പ്രചരണം നടത്തുന്നുണ്ട്. അത് പ്രചരണം നടത്തുള്ളൂ. നല്ല കാര്യം ചെയ്താൽ കേരളത്തെ എതിർക്കുന്നുണ്ടല്ലോ. മറ്റുള്ള രാജ്യത്ത് പോയി നോക്കൂ. നമ്മളിപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഒരു കെട്ടിടം വെക്കാൻ പറഞ്ഞാൽ അന്നേരം അനുമതി കൊടുക്കാനാ. കടൽ നികത്തി വിദേശ രാജ്യങ്ങളിലൊക്കെ ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ വരാൻ കേരളത്തിൽ മാത്രം നടക്കില്ല. അന്നേരം എതിർപ്പ് വരും. അതുള്ളതല്ല, വ്യക്തിപരമായ നല്ല മനുഷ്യനാണ്. മന്ത്രി എന്നുള്ളതിൽ പരാജയമാണ്. LDFിലായതുകൊണ്ട് പരാജയമാണ്. കുറേ ഷോ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ. ഈ പട്ടി ഷോ കാണിക്കുക എന്നൊക്കെ പറഞ്ഞു അതിന് ആ ഷോ മാത്രമേ ഉള്ളൂ. കാരണം ആവശ്യമില്ലാത്തടത്തും ആവശ്യമുള്ളിടത്തും പുള്ളി ഷോ കാണിക്കും. കാരണം പുള്ളിക്ക് LDF ഗവൺമെൻറ് ആയതുകൊണ്ട് അങ്ങനെ കൈവിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. രാജ്കുമാർ ആമ്പിളയാണ്, ഫസ്റ്റ് സ്ഥാനാർത്ഥിയാണ്. മന്ത്രി എന്ന് വെച്ചാൽ ഇങ്ങനെ വേണം മന്ത്രി ഭരിക്കാൻ. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇതിൽ ഗണേശ് മന്ത്രി നമ്മുടെ രാജാവാണ്. ആ ഓക്കെ, ഗണേശനെ ഏറ്റവും നല്ല മന്ത്രിയായിട്ടാണ് പറയാം. ഏറ്റവും നല്ല മന്ത്രി. അതിന് മന്ത്രിക്കുള്ള സ്ഥാനം അത് പ്രവർത്തിക്കാൻ അറിയാം. നല്ല മനുഷ്യൻ, നല്ല വണ്ടിയുടെ കാര്യത്തിലൊക്കെ നീറ്റ് ഇടപാട്, എല്ലാ കാര്യങ്ങളും കുഴപ്പമില്ല കൈകാര്യം ചെയ്യുന്നു. ട്രാൻസ്പോർട്ടിൻ്റെ കാര്യമെല്ലാം നല്ല ഇടപാടാണ്. ഇനി ബസ് ഇറക്കണം അല്ലേ? ഇനിയും ബസ്, നല്ല പുതിയ ബസ് ഇറക്കുന്നുണ്ട്, ഇനി ഇറക്കണം. സൂപ്പറല്ലേ ഇപ്പം? അപ്പം പണ്ട് അത്രയും കൊടുക്കില്ലായിരുന്നു, ഇപ്പം നല്ല ബസ് ഇറക്കുന്നുണ്ട്, ഇനി ഇറക്കണം എന്ന അഭിപ്രായം. നല്ല മന്ത്രിയാ അല്ലേ? നല്ല മന്ത്രിയാണ്, നല്ല പ്രവർത്തനമാണ്. ഇപ്പം പട്ടി ഷോ കാണിക്കുന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പ്രചരണം അതൊക്കെ നടക്കും. പ്രതിപക്ഷം പിന്നെ പട്ടി ഷോ എന്നൊക്കെ പറയുകയല്ലേ. ഭരണപക്ഷം ചെയ്യുന്ന കാര്യങ്ങൾ പ്രതിപക്ഷം എന്നാ നല്ലതാണെന്ന് പറയുമോ? സ്വാഭാവികമായിട്ട് പറഞ്ഞു. പ്രതിപക്ഷം കൊണ്ടുവരുന്ന ഭരണപക്ഷം കൊണ്ടുവരുന്ന പദ്ധതി പ്രതിപക്ഷം നല്ലതാണെന്ന് പറയുമോ? തമിഴ്നാട്ടിലാണെങ്കിൽ പറയും. തമിഴ്നാട്ടിലാകുമ്പോൾ വളരെ ആ നാടിന് സംസ്ഥാനത്തിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഇതവിടെ അങ്ങനെയല്ലല്ലോ. ഇമാർക്ക് ലഗാണമില്ലാത്ത ഒരു രീതിയിലായിപ്പോൾ പോകും. ഇപ്പോൾ ഗണേഷ് കുമാറിൻ്റെ KSRTCയുടെ നവീകരണമൊക്കെ നല്ല മറ്റേ മന്ത്രിയായിരുന്നേക്കാളെയും നല്ല മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്ന പുള്ളി. പിന്നെ വണ്ടി ചെക്ക് ചെയ്യുക, ഇതിവിടെ ഒന്ന് വണ്ടി നിറഞ്ഞു നിർത്തി കുപ്പി ഉണ്ടെന്നൊക്കെ അറിഞ്ഞുള്ള വാർത്തയെല്ലാം വന്നില്ലേ, ഒരു കുഴപ്പമില്ല. ഗണേഷ് കുമാർ എന്ന വ്യക്തി എന്ന നിലയ്ക്ക് പുള്ളി എല്ലാ മന്ത്രിസഭയിലും LDFിൻ്റെയും UDFിൻ്റെയും മന്ത്രിസഭയിലിരുന്നു. പുള്ളിക്ക് വ്യക്തമായ തീരുമാനങ്ങളും പുള്ളിക്ക് കാഴ്ചപ്പാടുമുള്ള ഒരാളാണ്. ആരും പറയുന്നത് കേട്ട് പുള്ളി അത് മാറ്റുകയല്ല. പുള്ളിക്ക് പണത്തിനോട് മോഹമോ അങ്ങനെയൊന്നുമില്ല. പുള്ളി സത്യസന്ധനും പുള്ളിക്ക് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യണമെന്നുള്ള ഒരു നേതാവാണ് ഗണേഷ് കുമാർ. ഒരു സിനിമാ നടൻ എന്ന നിലയ്ക്കും പുള്ളിക്ക് അത് നല്ലൊരു പ്രവൃത്തിയും കാര്യങ്ങളും ഒക്കെ. പുള്ളി ഒരു സർക്കാരിൻ്റെയും കീഴിലല്ല. പുള്ളിക്ക് പുള്ളിയുടേതായ തീരുമാനങ്ങളുണ്ട്. ഇപ്പം നല്ല വകുപ്പിൽ നല്ല മന്ത്രിയാണ്. ഇപ്പം പിന്നെ ഗതാഗത വകുപ്പിൽ നല്ല വകുപ്പ് മന്ത്രിയാണ്. വലിയ കുഴപ്പം പറയാനില്ല. നല്ല മികച്ച മന്ത്രി എന്ന് പറയാം. മികച്ച മന്ത്രി എന്ന് പറയാം, കുഴപ്പമില്ല. KSRTCയിൽ ഒത്തിരി നവീകരണങ്ങൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വലിയ കുഴപ്പം പറയാനില്ല. സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ അത്ര പോരാ, അത്ര ആയിട്ടില്ല. അത്രയും കുറേ കാര്യങ്ങൾ വാക്ക് പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ അത്രത്തോളം പിന്നെ മികച്ചതായിട്ട് ആയില്ല. PC ജോർജിനെ പോലെ. PC ജോർജിന് അത്രത്തോളം കാലം. PC ജോർജ് ഇപ്പം ഒരു മതപരമായ രീതിയിൽ പിന്നെ പൂഞ്ഞാറ് മണ്ഡലത്തിൽ നിന്നും പരാജയപ്പെടുകയുണ്ടായി. മതപരമായ ഒരു കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ പേരിൽ അങ്ങനെ ഉണ്ടായി. അതിനു മുമ്പ് നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് നല്ല ഭംഗിയായിട്ട് ചെയ്യുന്ന ആളായിരുന്നു. ഞങ്ങളൊക്കെ ഒരുപാട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളായിരുന്നു. ഞങ്ങൾ തോൽപ്പിക്കാനും ജയിപ്പിക്കാനും കൂട്ടുന്ന ആൾക്കാരാണ്. തോൽപ്പിക്കേണ്ട സമയത്ത് തോൽപ്പിച്ചിട്ടുണ്ട്, ജയിപ്പിക്കേണ്ട സമയത്ത് ജയിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ അത്ര തൻ്റെ ഇടവോ പുള്ളിയുടെ അത്രയും നല്ല ഡീസൻ്റായിട്ട് പെരുമാറുന്ന ഒരു നേതാവ് പിന്നെ പൂഞ്ഞാറിൽ ഒരിക്കലും ഉണ്ടാകുകയില്ല. ഗണേഷ് കുമാർ കേരളം കണ്ട ഏറ്റവും നല്ല KSRTC മന്ത്രിയാണ് കേരളത്തിലുണ്ടായിരുന്നു. ഞാനൊരു KSRTCയിലെ ജീവനക്കാരനായിരുന്നു. 10-16 വർഷം ജോലി ചെയ്ത ഒരാളാണ്. അപ്പം 100% ഈ കേരളം കണ്ട ഏറ്റവും നല്ല ഗതാഗത മന്ത്രി ഗണേഷ് കുമാറാണ്. പിന്നെ ചില സമയത്ത് ചാനലുകളുടെ ചുമ്മാ അതിപ്രസരണം കാരണം ചില സമയത്ത് ഓവർ സ്മാർട്ട് ആകുന്നുണ്ട്. അത് ചിലപ്പം പുള്ളിയുടെ ഇമേജിനെ കുറേയൊക്കെ ബാധിക്കുന്നുണ്ട്. അദ്ദേഹം പട്ടി ഷോ കാണിക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ പട്ടി ഷോ കാണിക്കുന്നതല്ല. പുള്ളി തൻ്റെ അടുത്തോടുകൂടി പുള്ളി ഒരു ബാലകൃഷ്ണനുള്ള പിള്ളയുടെ മകനാണല്ലോ. അപ്പോൾ അതിൻ്റെ തൻ്റെ ഇടം പുള്ളിക്കുണ്ട്. അപ്പോൾ അത് പുള്ളി സ്റ്റേണായിട്ട് ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ മകനാണെന്ന് പറഞ്ഞാൽ ആണത്തമുള്ള ഒരു മന്ത്രിയാണ്. ആണത്തമുള്ള മന്ത്രി ആയതുകൊണ്ട് പുള്ളി ആ കാര്യം വെട്ടി തുറന്നങ്ങ് പറയും. പക്ഷേ ആ പറയുന്നത് പുള്ളിയുടെ ഇമേജിനെ ബാധിക്കുന്നുണ്ട്. ഒരു പരിധിയോളം പുള്ളിയുടെ ഇമേജിനെ ബാധിക്കുന്നുണ്ട്. പുള്ളി പറയുന്നത് സത്യസന്ധമായ കാര്യമാണ്. പുള്ളി ഗതാഗത മന്ത്രി ആയ കഴിഞ്ഞ KSRTC ഇത്രയും ഉയർച്ചയിലെത്തിച്ച മന്ത്രി വേറെ ആരുമില്ല. KSRTC ഇതിനു മുമ്പും ഗതാഗത മന്ത്രി ആയിരുന്നപ്പം KSRTCനെ വളരെ
മെച്ചപ്പെട്ട രീതിയിൽ പുള്ളി ഉയർത്തിയായിരുന്നു. കെ ജി ഗണേഷ്കുമാർ അയാൾക്ക് ഒന്നാമത്തെ കാര്യം ഈ പ്രവർത്തന രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾ. അയാളുടെ അച്ഛൻ അയാൾക്ക് 10-20 ബസ്സുണ്ടായിരുന്നു, നല്ല ബസ് സർവീസ് നടത്തി പരിചയമുള്ള ആളാണ്. പിന്നെ വസ്തുതകളെ നേരിട്ട് കാണാനുള്ള കഴിവുള്ളൊരു ചെറുപ്പക്കാരനാണ്. ഇപ്പം നന്നായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം പട്ടി ഷോ കാണിക്കാന്നൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ പറയാനില്ല വല്ലാത്ത ചാനലുകാർക്ക് എന്നും പറയാം. അപ്പം ചാനലുകാരെ കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പറഞ്ഞുണ്ടാക്കുന്നു. ഇത് മുഴുവൻ വാസ്തവമൊന്നുമല്ല. പട്ടി ഷോ ആണെന്ന് വെച്ചാൽ അയാൾ പട്ടിയാകിയല്ല, അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റമില്ലല്ലോ. അപ്പം നല്ലത് മന്ത്രി തന്നെയാണ് അയാൾ. ഏതായാലും KSRTC ഇപ്പം നമുക്ക് കയറി നടക്കാവുന്ന രീതിയിലും വണ്ടികൾ ധാരാളം ഇറക്കി നന്നായിട്ടൊരു സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ ലാഭകരമായി. അവർക്ക് പെൻഷൻ കൊടുക്കാനോ ശമ്പളം കൊടുക്കാനോ പൈസ ഇല്ലായിരുന്നു. ഞാൻ പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഞാൻ ദിവസം പോയി ഇവിടെ സത്യാഗ്രഹം ഇരുന്നതാണ്. അവർക്ക് ശമ്പളം കിട്ടുന്നില്ല, പെൻഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പോഴതെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്, കാര്യമായി നോക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഒരു കാര്യമുണ്ട് അതിനകത്ത്. ഗണേഷ്കുമാർ കയറിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു പർച്ചേസിങ്ങിലാണ് ഈ KSRTCയും ഇലക്ട്രിസിറ്റി ബോർഡ് എന്നുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ നശിച്ചു പോകുന്നത്. അപ്പോൾ ഇനി കാശ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഗണേഷ്കുമാർ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറിയോ അവരോ ഇവരോ പർച്ചേസ് ചെയ്ത് കോടികൾ തട്ടുകയാണ്. അതെല്ലാം മാറിക്കഴിഞ്ഞിരിക്കും. ഇപ്പോൾ ഗണേഷ്കുമാർ നല്ല ആത്മാർത്ഥമായിട്ട് അതിനകത്ത് സഹകരിക്കുന്നു. അയാൾ ഫുൾ ടൈം ഇതിനകത്ത് പ്രവർത്തകനാണ്. സംഭവം നന്നായി വരും, ഭാവിയുണ്ട്. 100% നല്ലൊരു മന്ത്രി തന്നെയല്ലേ. KSRTCക്ക് ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നു. പിന്നെ പോരാത്തതിന് കഴിഞ്ഞ ദിവസം പട്ടി ഷോ കാണിച്ചെന്ന് പറഞ്ഞു. ഓരോ പ്രൈവറ്റ് ബസ്സും അന്നന്ന് ക്ലീൻ ചെയ്ത് അന്നന്ന് വൃത്തിയാക്കി അതിലെ ജീവനക്കാർ തന്നെയല്ലേ ചെയ്യുന്നത്. ഇത് സർക്കാർ ശമ്പളം കൊടുക്കുന്ന ജീവനക്കാർ അത് പട്ടി ഷോ എന്ന് പറയാക്കത്തില്ല. അത് അവർ ഉത്തരവാദിത്വം അത് ക്ലിയർ ചെയ്യാന്നുള്ളത്. പ്രൈവറ്റ് ബസ് അന്നന്ന് ക്ലീൻ ചെയ്ത് അന്നന്ന് വൃത്തിയാക്കി അവർ ഓടിക്കുന്നുണ്ട്. അവർക്ക് ഈ കിട്ടുന്ന ശമ്പളം തന്നെ, അതിൽ കൂടുതൽ ശമ്പളം സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്നുണ്ട്. അത് അവർ വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയല്ലേ. നമ്മൾ ഉപയോഗിക്കുന്ന സാധനം വൃത്തിയാക്കുക എന്നുള്ളത് അത് പട്ടി ഷോ ഒന്നുമല്ല. അത് കാരണം കറക്റ്റാണ്. പുള്ളി പറഞ്ഞാലൊരു തർക്കമില്ല. മന്ത്രിയാണ്. ഈ ട്രാൻസ്പോർട്ട് വിജയിപ്പിക്കാൻ നിന്നു പോകേണ്ട പ്രസ്ഥാനത്തിന് ഇപ്പം ലാഭം ഉണ്ടാക്കി വെച്ച ആളാണ്. നല്ലൊരു മന്ത്രിയാണ് ഗണേഷ്കുമാർ. പുള്ളിയാണ് സത്യസന്ധമായിട്ട് അഴിമതിയില്ലാതെ ഭരണം നടത്തുന്ന നല്ല ഒരാളാണ്. അഴിമതിക്ക് കൂട്ടിനിൽക്കില്ല. ഓഫീസർമാർ എല്ലാം നമ്മൾ യൂട്യൂബിലും ചാനലിലും എല്ലാം കാണുന്നതല്ലേ. നല്ല ഒരാൾ, നല്ലൊരു മന്ത്രിയായിട്ടാണ് കണക്കൂട്ടുന്നത്. ഇനിയും വരട്ടെ എന്ന്. ഓക്കെ. ഗണേഷ്കുമാർ കാരണം അദ്ദേഹം ഇതിനു മുമ്പ് UDF മന്ത്രിസഭയിലുണ്ടായിരുന്നു. ഈ മന്ത്രിസഭയിലെ ആദ്യം ഗതാഗത വകുപ്പ് പറഞ്ഞിരുന്ന ആൻ്റണി രാജുവിനാണ്. ആൻ്റണി രാജു വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോയെന്ന് വേണം പറയാൻ. പക്ഷേ ശമ്പള കാര്യത്തിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗണേഷ്കുമാർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഏറ്റു കാണുമ്പോഴും അദ്ദേഹം ഒരു വ്യവസായം നടത്തിയിരുന്നയാളാണ്. ഏതാ ഈ ട്രാൻസ്പോർട്ടിംഗ് വ്യവസായം. ആ വ്യവസായത്തിൽ അദ്ദേഹത്തിന് നല്ല പരിജ്ഞാനമുണ്ട്. അതനുസരിച്ച് ഒരു വാഹനം എങ്ങനെയാണ് ഓടിക്കേണ്ടത്, ആ വാഹനത്തിന് എത്ര രൂപ കളക്ഷൻ കിട്ടുന്നതിനാവശ്യമായി. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ശബരിമലയിൽ മണ്ഡലകാലങ്ങളിൽ ശബരിമലയിൽ ബസ് ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ശബരിമല ഈ ബസ് ചെന്ന് പാർക്ക് ചെയ്യുന്നിടത്ത് ശകലം കയറ്റ അങ്ങോട്ട് പോകുന്നിടത്ത് ഈ പമ്പയുടെ ആ കയറ്റത്തിലേക്ക് കയറി നിങ്ങൾ ബസ് കയറണ്ട. അവിടെ കയറിയാൽ എത്ര പേരെങ്കിലും കിട്ടും. ആ കയറ്റം കയറി അവിടെ ചെന്ന് ഇവിടെ വരുമ്പം ഒരു 1.5 ലിറ്റർ പെട്രോളും ഡീസൽ മാറും. അതിൻ്റെ വില നിങ്ങൾ അപ്പം നിങ്ങൾ ആ സൈഡിൽ നിർത്തിയാൽ മതി, ആൾ വന്ന് കയറിക്കോളും. നിങ്ങളായിട്ട് ചെന്ന് അവിടെ ചെന്ന് ആവശ്യമില്ലാത്തത്. അപ്പം അതൊരു നല്ല തീരുമാനമാണ്, അത് ലാഭകരമാക്കുന്നതിനാണ്. അപ്പം വളരെയേറെ മോശമായിട്ട് കിടന്ന, വളരെയേറെ ബുദ്ധിമുട്ടിലേക്ക്, മോശമെന്നല്ല ഒരു ശകലം ബുദ്ധിമുട്ടിലേക്ക് കിടന്ന ഈ സംവിധാനത്തെ നല്ല നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്നു. കാരണം അദ്ദേഹം കുറേ കാര്യങ്ങൾ ഈ അടുത്തിടെ ഒരു ബസ്സിന് വട്ടമിട്ട് കുപ്പി, അതായത് വേസ്റ്റ് ഒന്നും വാഹനത്തിൽ കാണാൻ പാടില്ലെന്ന് പറഞ്ഞ് കുപ്പി കിടന്നപ്പം അദ്ദേഹം വട്ടമിട്ടിട്ട് അദ്ദേഹം ചോദിച്ചാൽ എന്താ ഈ കുപ്പി ഈ വണ്ടിയുടെ ഇതിൻ്റെ പിറകെ ഈ ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇട്ടിരിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാനല്ല, നിങ്ങളല്ലേ വണ്ടി ഓടിച്ചത്. അപ്പോൾ അത്തരം ഒരു മന്ത്രി എന്നതിലുപരി പൊതുജനത്തിൻ്റെ കാര്യം എന്താണ്? മന്ത്രി എന്നതിലുപരി ഈ ഗതാഗതം കൊണ്ട് ആർക്കാണോ ഗുണം കിട്ടേണ്ടത് ആ ഗുണം കിട്ടുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിക്കുന്നു. അദ്ദേഹം പറയുന്നത് പ്രതിപക്ഷത്തിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്തവർക്കോ പട്ടിഷമായിട്ട് നോക്കാം. പക്ഷേ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഒരു 80% നല്ല കാര്യമാണ്. വീഴ്ച ഉണ്ടെങ്കിൽ അദ്ദേഹം ഇരിക്കുന്ന മന്ത്രിസഭയിൽ അത് പരിഹരിച്ചോളും. പിന്നെ ജനങ്ങൾ പറയുന്ന രീതിയിൽ മൊത്തം നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറയാൻ പറ്റുമോ? ഒരു മന്ത്രിക്കാകുമ്പോൾ ആ അദ്ദേഹത്തിന് മന്ത്രിയായ നിലയിൽ ഇതിനു മുമ്പും ഭരിച്ച പരിചയമുണ്ട്. ആ പരിചയസമ്പന്നനായ അദ്ദേഹം ആ രീതിയിലേക്ക് പോകുന്നു. അപ്പം ആ കാര്യത്തിൽ മോശമൊന്നും പറയാനുള്ള ട്രാൻസ്പോർട്ട് ഗതാഗത മന്ത്രി നല്ല നിലവാരമാണ്. ശമ്പളം കിട്ടുന്നുള്ള പരാതി മാറിയല്ലോ? മാറി, തീർച്ചയായും മാറി. കാരണം ശമ്പളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അലറി വിളിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം മാറി. ഇപ്പം കൃത്യമായ ശമ്പളം കൊടുക്കുന്നുണ്ട്.
അതേപോലെ പെൻഷൻ പറ്റിയവർക്ക് ബാങ്കിൽ സഹകരണ ബാങ്കുകളിൽ ചെന്ന് ആ പെൻഷൻ കറക്റ്റ് പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മന്ത്രിയെ കുറ്റം പറയുന്നത്? മന്ത്രി പുതിയ ബസ്സുകൾ ഇറക്കുന്നുണ്ട്, പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അതെല്ലാം ജനകീയമായ തീരുമാനങ്ങളാണ്. വീഴ്ചകളുണ്ടെങ്കിൽ പരിഹരിക്കാൻ അദ്ദേഹത്തിന് നല്ല രീതിയിൽ അറിയാം. ഒരു നല്ല മന്ത്രിസഭയുള്ളപ്പം പരിഹരിക്കാൻ അറിയാമല്ലോ. ക്യാപ്റ്റൻ നല്ലതാണെങ്കിൽ പുറകെ നിൽക്കുന്നവർ നല്ലതാണ്. അപ്പോൾ ക്യാപ്റ്റൻ നല്ലതാണ്, അപ്പം ബാക്കിയുള്ളവരെയും ആ ക്യാപ്റ്റൻ നല്ലപോലെ കൊണ്ടുപോകും. KV ഗണേഷ് കുമാർ 100% നല്ല മിനിസ്റ്ററാണ്. KSRTCക്ക് ഇതുപോലൊരു മിനിസ്റ്ററിന് വേറെ ഇല്ല കിട്ടാൻ. കാരണം KSRTCയിൽ ഗണേഷ് കുമാർ ഇരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒരു ജനങ്ങൾക്ക് ബസ് ഈ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ, ആ വകുപ്പിന് തന്നെ, ഗതാഗത വകുപ്പിന് തന്നെ ഒരു 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 ഉണർവുണ്ടാകുന്നത് ഗണേഷ് കുമാർ ഇരിക്കുന്ന കാലസമയത്തേ ഉള്ളൂ. എന്തെങ്കിലും ചെയ്യാൻ പുള്ളിക്കൊണ്ടേ സാധിക്കുന്നുള്ളൂ. ഇതിന് മുമ്പ് ഇരുന്ന ആൻ്റണി രാജു പോലെയുള്ള ആൾക്കാരൊക്കെ ഒന്നുമല്ല, ഒരു ഷോ മാത്രമേ ഉള്ളൂ. കാര്യങ്ങൾ എന്തെങ്കിലും ശമ്പളമെങ്കിലും ജോലിക്കാർ കിട്ടുന്ന ഒരു രീതിയിൽ ഈ പുള്ളിയേ ഉള്ളൂ. ഗണേഷ് കുമാറൊക്കെ നമുക്ക് പൊതുവെ ഒരു അഭിപ്രായം പറ്റുമല്ലോ, നമുക്ക് കുഴപ്പമില്ല. എല്ലാ പിന്നെ ഈ ഇടതുപക്ഷത്തിൽ ഇരിക്കുന്ന എല്ലാ മന്ത്രിമാരും കുഴപ്പമില്ല, അല്ലാതെ കുഴപ്പമില്ല. കാരണം അതൊക്കെ ഓരോരുത്തരുടെ രീതിയല്ലേ. പിന്നെ കുറേയൊക്കെ കാണിക്കുന്നുണ്ട് നല്ലതും ചള്ളും. ഒരു നാണയത്തിന് ഇരുവശം ഉണ്ടല്ലോ, നല്ലതും ചള്ളും ഉണ്ട്. കുഴപ്പമില്ല. ഗണേഷ് കുമാറെ സംബന്ധിച്ചിടത്തോളം കേരളം കണ്ടതിൽ ഏറ്റവും ഗതാഗത വകുപ്പ് മന്ത്രിയിൽ പ്രഗത്ഭനാണിപ്പം. കാരണം ഈ KSRTC രംഗം കട്ടപ്പുറത്ത് കയറി ശമ്പളം കൊടുക്കാൻ പറ്റാതെ കണ്ട് സർക്കാർ കൊടുത്ത് ഖജനാവിൽ നിന്ന് കൊടുത്ത് മുകളിൽ ഇതിപ്പോൾ സ്വന്തമായ വരുമാനമുണ്ടായി ശമ്പളം കൊടുക്കാൻ പറ്റി. അതുപോലെ വണ്ടികൾ കട്ടപ്പുറത്തിരുന്നെല്ലാം പുറത്തിറങ്ങി പുതിയ വണ്ടികൾ വാങ്ങി സർവീസ് തുടങ്ങി കോർപ്പറേഷൻ ലാഭകരമാക്കി തീർക്കാൻ പറ്റും. പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം, കഴിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും LDFനെ മോശമാക്കാൻ വേണ്ടി മോശമായി ചിത്രീകരിക്കും. ആ ചിത്രീകരിക്കുന്നതല്ലാതെ അതിനകത്ത് രാഷ്ട്രീയമായ യാതൊരു പ്രസിദ്ധിയും കാണുന്നില്ല. നല്ല നല്ല കാര്യങ്ങൾ KSRTCയിൽ ഇപ്പം വണ്ടി ഓടുന്നുണ്ട്, മറ്റേ ഓടുന്നില്ലായിരുന്നു. മാവേലി സ്റ്റോറുകളൊക്കെ കണ്ടീഷനാക്കി, റേഷൻ കട വഴിയും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം മുൻപന്തിയിലാണ്. അതുകൊണ്ട് അയാൾ വീണ്ടും വരുമെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. വേറെ ആരും വരാനില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.